എന്നാ നമുക്കൊന്ന് ഏറ്റുമുട്ടിയാലോ? ഏതാണ് ആശാന്? നമ്മളോട് ഏറ്റുമുട്ടാൻ പറ്റിയ ആശാൻ ഇപ്പൊ ഏതാ? ഇതാ നിങ്ങളെ ആശാന്? ഇതൊക്കെ നമുക്ക് നിസ്സാരം നമുക്കൊന്ന് കൂട്ടിയാലോ? ഓ തീർച്ചയായിട്ടും. വേണ്ടില്ലേ യോജാതി മുതലാ കൂട്ടിയാ കൂടുവോ? കൂട്ടിയാ കൂടെ നോക്ക് നമുക്ക്. കൂട്ടിയാ കൂടണ്ടേ? ആ പിടിച്ചു നോക്കാം അല്ലേ? ഞാൻ അതൊന്നും ഒന്നും കൂടി ഒന്ന് മസിൽ ഉണ്ടാക്കട്ടോ. മറ്റേത് അത് വേണ്ട, അത് ഇട്ടാ ചിലപ്പോ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. അത് തുടങ്ങാം. പിന്നെ കാഴ്ചക്കാരൊന്നുമില്ലേ? എവിടെ റഫറൊക്കെ ഉണ്ടോ? ഒതുങ്ങോ? കൂട്ടിയാ കൂടില്ല. നമ്മള് പണ്ട് ഫുള്ള് ഇതിന്റെ ഉസ്താദല്ലേ, പിന്നെ നമ്മള് ഇതിന്ന് വിരമിച്ചതാ. പൊന്നിച്ച പോറുണ്ടോ ആശാനെ? ആനങ്ങളില്ല. ഒരിക്കലും ഒതുങ്ങൂലട്ടോ. ദേശീയ തലത്തില് 3 സ്വർണ്ണ മെഡൽ കേരളത്തിന് വേണ്ടി നേടിത്തന്ന ആളാണ്. ചെങ്ങര സ്വദേശി. പേര് സുഗീഷ്. എന്റെ നാട്ടുകാരൻ കൂടിയാണ്. ഏതൊക്കെ വിഭാഗത്തിലാണ് പിന്നെ ദേശീയ സ്വർണ്ണ മെഡൽ കിട്ടിയത്? ഹെവി വെയിറ്റ് വിഭാഗത്തിലെ 3 ഗോൾഡ് മെഡൽ. ദേശീയ തലത്തിൽ ഇതിന്റെ മുന്നേ ഞാൻ 2 വട്ടം ചാമ്പ്യൻ ആണ് അല്ലേ? ഈ വർഷം ഞാൻ ചാമ്പ്യനാണ്. അപ്പോ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിശീലനങ്ങൾ, കാര്യങ്ങള്? പരിശീലനം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ജിമ്മിലേക്ക് നമുക്ക് എന്തായാലും ഒരു കൃത്യനിഷ്ഠതയോടെ നമ്മൾ ജിമ്മിലേക്ക് വരും. എന്നിട്ട് നമുക്ക് ഒരു മെൻ്റലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് തയ്യാറാവണം എന്ന് വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് ഈ ആം റെസ്ലിംഗ് വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ആ ട്രെയിനിങ് സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് മെൻ്റലി, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു മെൻ്റൽ സംഗതി നമുക്ക് വേണം. എന്ന് മുതലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഏകദേശം ഞാനിപ്പോൾ നേരത്തെ 2007-2008 സമയത്തൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ചെറിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് കാലം നിർത്തി. പിന്നെ ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞ മേഖല പിന്നീട് നമ്മൾ ഇപ്പോൾ ഈഗിൾ ഫിറ്റ്നസ്സിൽ വന്നതിന് ശേഷമാണ് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ചെട്ടിയങ്ങാടിയാണല്ലേ? ചെട്ടിയങ്ങാടിയല്ലേ ഈ ജിമ്മുള്ളത്? ചെട്ടിയങ്ങാടി. പേര് ഈഗിൾ ഫിറ്റ്നസ്. അപ്പോൾ പിന്നെ ഇതിന് ഭക്ഷണക്രമം അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. പൊടികളൊന്നല്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സംഗതി മാത്രം. അപ്പോൾ അതാണ് കൂടുതലായിട്ടുള്ള സംഗതി. പിന്നെ നമ്മൾ ദിവസം പ്രാക്ടീസ് അത് മുടങ്ങാതെ നമ്മൾ ചെയ്യണം. അത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നമ്മൾ 1 മണിക്കൂർ നമ്മളിതിനു വേണ്ടി ചെലവഴിക്കും. സംസ്ഥാന കായികമേളയിലൊക്കെ ഇതിൻ്റെ ഒരു മത്സരം ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കായികമേളയിൽ നമുക്ക് ഇതിലുണ്ട്, നമ്മുടെ കേരളോത്സവത്തിലുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒളിമ്പിക്സിലേക്ക് പോവാണ്. അപ്പോൾ അതും നമുക്ക് നല്ല നേട്ടം, കായിക വിനോദമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇപ്പോൾ ദേശീയ മത്സരം കഴിഞ്ഞു, ഇനി ഇന്റർനാഷണൽ തലത്തിലാണ്. അപ്പോൾ നമുക്ക് വേൾഡ് മത്സരമാണുള്ളത്. അത് നമുക്ക് അസർബൈജാൻ അല്ലേ? അവിടെ വെച്ചിട്ടാണ് മത്സരം. തീരുമാനമായോ? നവംബറിലാണ്. അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പിലാണ്. ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിൽ കയറി ഇന്ത്യൻ ജേഴ്സി ഇട്ടാണ്ട് മത്സരിക്കാന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു അഭിലാഷമായിരുന്നു. അപ്പോൾ നമുക്ക് സാധ്യമായി എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ, അവിടെ നിന്നും സ്വർണ്ണ മെഡൽ കിട്ടട്ടെ അല്ലേ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 വിഭാഗത്തിലും തീർച്ചയായിട്ടും സ്വർണം കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്.